ഹലോ. സോ നമ്മൾ ജാൻ 25 സി ഇൻ്റർമീഡിയറ്റിൻ്റെ എക്സാമിനുമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെപ്റ്റംബർ 24 സജസ്റ്റഡ് ആൻസേഴ്സിൽ MCQ ആയിരിക്കും. അപ്പോൾ ഇത് ആൾറെഡി കഴിഞ്ഞ എക്സാം അല്ലേ, എന്തിനാണ് ഇങ്ങനെ ഒരു ഡിസ്കഷൻ എന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് MCQ അവൈലബിൾ ആക്കുന്നത്, MCQയുടെ ആൻസേഴ്സും അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ ഫൈനൽ ആൻസേഴ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് അറിയാൻ വേറെ മാർഗ്ഗങ്ങളില്ല. അപ്പോൾ അത് ആണ് ഇവിടെ ഞാൻ സൊല്യൂഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും ഇവിടെ. ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതേ ക്വസ്റ്റ്യൻ വീണ്ടും വരും എന്ന ഉദ്ദേശത്തോടെയല്ല, എങ്ങനെയാണ് ICAI MCQ ചോദിക്കുന്നത് എന്നുള്ളതും എത്രത്തോളം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതൊക്കെ നമുക്കിത് വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റും. ഒപ്പം നിങ്ങൾക്കൊരു റിവിഷനും ആവും. അറിയാലോ, DTയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ടാക്സ് സബ്ജക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടാവില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ആൻസേഴ്സ് അവൈലബിൾ ആയിരിക്കില്ല. ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ എക്സാമിന് അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സെപ്റ്റംബർ 24 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ്, ഈ ഒരു ജാൻ 25 ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആ MCQ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ 8 MCQ ആണ് DTയിലുള്ളത്. ആ 8 MCQ ആയിരിക്കും നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കി. വലിയ സമയം എടുക്കുന്ന കാര്യമല്ല, ഒന്ന് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും അല്ലെ. കഴിഞ്ഞ എക്സാമിന് MCQ എങ്ങനെയായിരുന്നു, അതെനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഒരു എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ CA ഇൻ്റർമീഡിയറ്റ് ജാൻ 25 എക്സാം എഴുതുന്ന കുട്ടികൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ആൻഡ് തൊട്ട് മുമ്പ് നടന്ന സജസ്റ്റഡ് ആൻസർ അല്ലെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസ് MCQ ആണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ഫസ്റ്റ് നിങ്ങൾ സജസ്റ്റ് ആൻസേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ടത് ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ വീഡിയോ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ എവിടെയാണ് തെറ്റ് വരുത്തുന്നതെന്നുള്ളത് നോട്ട് ചെയ്യുക. നമ്മുടെ ഫൈനൽ എക്സാമിന് അത്തരം ചെറിയ ചെറിയ മിസ്റ്റേക്സുകൾ നമ്മൾ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. സോ മൊത്തം 8 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ കണ്ടോ, ഇത് ഓരോന്നും 2 മാർക്ക് വെച്ച് ഇവിടെ ഉണ്ട്. മൂന്നാമത്തെ 2 മാർക്സ്, സോ 6 മാർക്സ്. ദെൻ കേസ് സിനാരിയോ 2നെ ബേസ് ചെയ്തിട്ട് 2 to 4 മാർക്സ് ഉണ്ട്, അല്ലെങ്കിൽ 6 മാർക്സ് അഗെയിൻ, സോ 12. 7ൻ്റെ ഒരു 2 മാർക്ക്, സോ 14 and 15 അല്ലേ. 15 മാർക്സിൻ്റെ MCQ ക്വസ്റ്റ്യൻ ആയിരിക്കും DTയിൽ നിന്നും ഉണ്ടാവുക. അപ്പോൾ ഈ 8 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് കേസ് സിനാരിയോ 1 നിങ്ങളൊന്ന് വായിക്കുക. സോ കേസ് സിനാരിയോ 1 പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് നോക്കുക. കേസ് സിനാരിയോ 1 പറഞ്ഞിട്ടുള്ള എന്താണ്, മിസ്റ്റർ പെർനക്ക് ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, നാഗ്പൂർ ആണ്, ഓഫ് വിച്ച് 1/3 സെൽഫ് ഒക്കുപ്പൈഡ് ആണ്. 1/3 സെൽഫ് ഒക്കുപ്പൈഡ് ആണ്. 2/3 ലെറ്റ് ഔട്ട് ആണ്, കൊമേഴ്ഷ്യൽ പർപ്പസിനാണ്. മന്ത്ലി റെൻറ്റ് 12,000 ആണ്. ഫെയർ റെൻറ്റ് തന്നിട്ടുണ്ട്, മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് റെൻറ്റ് തന്നിട്ടുണ്ട്. ദെൻ മുനിസിപ്പൽ ടാക്സസ് തന്നിട്ടുണ്ട്. മുനിസിപ്പൽ ടാക്സസ് 10% ഓഫ് മുനിസിപ്പൽ വാല്യുവേഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. Then she took a loan of 45 lakhs for the construction of this house from a scheduled bank അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. She repaid the entire loan 36/2023 entire loan റീപേ ചെയ്തിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റിൻ്റെ പ്രൊവിഷൻസ് ഇവിടെ വരുന്നുണ്ട്, നമ്മുടെ മനസ്സിലോട്ട് വരണം. Then interest rate for this loan was 10% per annum. ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത ഡേറ്റ് തന്നിട്ടുണ്ട്. സോ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൻ്റെ സ്റ്റാർട്ട് എൻഡ് നമ്മൾ എങ്ങനെയാണ് ഈ ടാക്സ് പർപ്പസിന് എടുക്കുക എന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഷീ ഏൺസ് അതർ ഇൻകം 2 lakhs ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 2023-24 തന്നിട്ടുണ്ട്. ഷീ വിഷസ് ടു അപ് ടു ഫോർ ഡിഫോൾട്ട് ടാക്സ് റെജിം. ക്വസ്റ്റ്യൻ 1 NAV കാണാനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ടോട്ടൽ ഇൻകം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയൊരു കേസ് സിനാരിയോ ആണ് അല്ലേ, വളരെ ചെറിയൊരു കേസ് സിനാരിയോ ആണ്. നോർമലി വലിയ കേസ് സിനാരിയോസ് ആണ് ഉണ്ടാവാറ്, അതിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ചെറിയൊരു കേസ് സിനാരിയോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമ്മളോട് ആൻസേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഷി വിഷസ് ടു ഒപ്റ്റ് ഫോർ ഡിഫോൾട്ട് ടാക്സ് റെജിം. ഷി വിഷസ് ടു ഒപ്റ്റ് ഫോർ ഡിഫോൾട്ട് ടാക്സ് റെജിം. സോ ഡിഫോൾട്ട് ടാക്സ് റെജിം ആകുമ്പോൾ നമുക്ക് ചില ഡിഡക്ഷൻസ് ഒന്നും കിട്ടൂല, ചില അതിൽ നമ്മൾ ചെയ്യുന്ന ടോട്ടലിംഗ് കമ്പ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ മാറ്റം ഉണ്ടാവും. ആ കാര്യം കൂടെ നമ്മളൊന്ന് ഓർത്ത് വെക്കണം എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു റിക്വയർമെൻറ്റ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോകാം. NAV ഓഫ് ദ ഹൗസ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2024-25 അല്ലേ, NAV കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഡീഫോൾട്ട് ടാക്സ് റെജിം ആകുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, സെൽഫ് ഒക്കുപ്പൈഡ് പ്രോപ്പർട്ടിക്ക്
എന്ത് ചെയ്യൂല, ഡിഡക്ഷൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ കിട്ടൂല. സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് ആകെയുള്ള ഡിഡക്ഷൻ എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രമാണ്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഡീഫോൾട്ട് ടാക്സ് എലിജിബിൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ NAVക്കായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ വല്ലാതെ പോകുന്നില്ല, ഞാൻ ഇവിടെ ആൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അത് തന്നെയായിരിക്കും ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. സോ ICA സെപ്റ്റംബർ ഫസ്റ്റ് വൺ NAV അല്ലേ, നമുക്കിവിടെ എടുക്കേണ്ടത് ലെറ്റ് ഔട്ടിൻ്റെ 2/3 മാത്രമാണ്. ലെറ്റ് ഔട്ട് പോർഷൻ ആയിട്ടുള്ള 2/3 മാത്രം നമ്മൾ എടുത്താൽ മതി. മറ്റത് എടുക്കണോ? വേണ്ട. 1/3 നമ്മൾ എടുക്കേണ്ട കാരണം എന്താണ്? ഡീഫോൾട്ട് ടാക്സ് റിച്ചുമാണ്. അത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? ആ പ്രൊവിഷൻ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്യാം, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഉണ്ട് 115 BAC എടുക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അത് എടുക്കുമ്പോൾ നമുക്ക് കിട്ടാത്ത ഡിഡക്ഷൻസ് ഉണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 24B എന്ത് കിട്ടൂല, സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ഡിഡക്ഷൻ കിട്ടൂല, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്നുള്ള ഡിഡക്ഷൻ കിട്ടൂല. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി, 1/3 മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ മുനിസിപ്പൽ വാല്യൂ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. കൊമേഴ്ഷ്യൽ പർപ്പസ് മന്ത്ലി റെന്റ് 12,000 ആണ്. ഫെയർ റെന്റ് 30,000 ആണ് അല്ലേ? ഫെയർ റെന്റ് 30,000 പെർ മന്ത് ആണ്. മുനിസിപ്പൽ വാല്യൂ ഫോർ ദ പ്രോപ്പർട്ടി 2,40,000 ആണ്. ഓക്കെ, അപ്പോൾ 30,000 × 12 3,60,000 ഉണ്ട്. മുനിസിപ്പൽ വാല്യൂ 2,40,000 ഉണ്ട്. വിച്ച് എവർ ഈസ് ഹയർ ആണ് നമ്മൾ എടുക്കേണ്ടത്. അതിൻ്റെ 2/3 ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ? അതിൻ്റെ 2/3 ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ ദാറ്റ് യു കമ്പയർ വിത്ത് സ്റ്റാൻഡേർഡ് റെന്റ്, വിച്ച് എവർ ഈസ് ലെസ് ആണ് എടുക്കേണ്ടത്. സ്റ്റാൻഡേർഡ് റെന്റ് എത്രയാണ്? മുനിസിപ്പൽ വാല്യൂ ഫോർ ദ പ്രോപ്പർട്ടി 240 ആൻഡ് സ്റ്റാൻഡേർഡ് റെന്റ് 3 lakhs ആണ്. സ്റ്റാൻഡേർഡ് റെന്റ് 3 lakhs ആണ്. അപ്പോൾ ഇതിൽ മുനിസിപ്പൽ വാല്യൂ ഫോർ ദ ലെറ്റ് ഔട്ട് പോർഷൻ 160, ഫെയർ റെന്റ് 3,60,000, സ്റ്റാൻഡേർഡ് റെന്റ് 2 lakhs. ഇതിൽ നിന്നും നമ്മൾ മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ എടുക്കുന്നു, 3,60,000 എടുക്കുന്നു. ദെൻ സ്റ്റാൻഡേർഡ് റെന്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്തെടുക്കുന്നു, സ്റ്റാൻഡേർഡ് റെന്റ് എടുക്കുന്നു. ആക്ച്വൽ റെന്റ് 1,44,000 ആണ്. വിച്ച് എവർ ഈസ് ഹയർ എടുക്കുന്നു. സോ നമ്മൾ ഏതായിരിക്കും എടുക്കുക, 2 lakhs ആണ് നമുക്ക് എടുക്കാൻ പറ്റുക. ഈ 2 lakhs ആണ് എന്ത് ഉണ്ടാവുന്നത്, GAV ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ദെൻ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് പറഞ്ഞിട്ടുണ്ട് 10% ആണ്. സോ മുനിസിപ്പൽ വാല്യൂയുടെ 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 16,000 ആണ് ലെറ്റ് ഔട്ട് പോർഷൻ്റെ ഉണ്ടാവുക. ഈ 2 lakh നിന്ന് 16,000 റെഡ്യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് NAV 1,84,000 ആണ്. NAV എത്രയാണ്? 1,84,000 ആണ് അല്ലേ? ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയാണ്? വലിയ പ്രശ്നമില്ല, ലെറ്റ് ഔട്ട് മാത്രമേ എടുക്കാവൂ എന്നുള്ള ആ ഒരു പ്രൊവിഷൻ നമ്മുടെ മനസ്സിലോട്ട് വന്നിരിക്കണം. ദെൻ മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെന്റ്, സ്റ്റാൻഡേർഡ് റെന്റ്, ഇതിൽ ഹോൾഡ് പ്രോപ്പർട്ടി തന്നിട്ടുണ്ടെങ്കിൽ അത് ലെറ്റ് ഔട്ട് പോർഷൻ്റെ മാത്രമാക്കിയിട്ട് നമ്മൾ പ്രൊപ്പോർഷനായിട്ട് എടുക്കണം. ദെൻ GAV നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അറിയാം, മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ ആണ് എടുക്കുക. കമ്പയർ വിത്ത് സ്റ്റാൻഡേർഡ് റെന്റ് വിച്ച് എവർ ഈസ് ലെസ് ആണ് എടുക്കുക. ദാറ്റ് യു കമ്പയർ വിത്ത് ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ ആണ് എടുക്കുക. സോ അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ 2 lakhs കിട്ടുന്നത്. അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് എന്ന് പറയുമ്പോൾ ലെറ്റ് ഔട്ട് പോർഷൻ്റെ മാത്രമാണ് കിട്ടുക. അപ്പോൾ ആ ലെറ്റ് ഔട്ട് പോർഷൻ്റെ എമൗണ്ട് നമ്മൾ കുറക്കുക. ദെൻ യു വിൽ ഗെറ്റ് ദ ആൻസർ അല്ലേ? അപ്പോൾ പ്രൊവിഷൻ അറിയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ 2 marks എത്താൻ പറ്റുന്നതാണ്. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 1. ക്ലിയർ ആണല്ലോ? Then question number 2 എന്താ പറയുന്നത്, ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ ദ പ്രീവിയസ് ഇയർ 2023-24 ഷാൾ ബി. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. ദെൻ ഡ്യൂറിങ് ദ ഇയറിലുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ കമ്പ്യൂട്ടേഷനിലോട്ട് തന്നെ നേരെ പോവാണ്. ഇവിടെ ഡിഡക്ഷൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ ദ പ്രീവിയസ് ഇയർ 2023-24 ലോൺ ടേക്കൺ എന്നാണ് 1/4/2021 അല്ലേ? ക്വസ്റ്റ്യൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ലോൺ എടുക്കുന്ന 1/4/2021. ലോൺ ടേക്കൺ ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട് 10% ആണ്. ലോൺ എമൗണ്ട് എത്രയാണ്? 45 lakhs ആണ്. ടോട്ടൽ ലോൺ എമൗണ്ട് എത്രയാണ്? 45 lakhs ആണ്. സോ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് നിങ്ങൾക്കറിയാം, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് 36/2022 ആണെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള മാർച്ച് വരെയാണ് നമ്മൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ആയിട്ട് എടുക്കുക അല്ലേ? കാരണം കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത വർഷം നമുക്ക് ഫുൾ എമൗണ്ട് തന്നെ ക്ലെയിം ചെയ്യാം. ഏപ്രിൽ മുതലുള്ള എമൗണ്ട് തന്നെ ക്ലെയിം ചെയ്യാം, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അപ്പോൾ ഏപ്രിലിന് മുന്നേ ഉള്ള മാർച്ച് വരെയുള്ള പീരീഡാണ് നമ്മൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് ലോൺ എടുത്ത ഡേറ്റ് 1/4/2021 മുതൽ 31/3/2022 വരെ ആയിരിക്കും അല്ലേ? ആ പ്രൊവിഷൻ മനസ്സിലോട്ട് വരണം. സിമ്പിൾ പ്രൊവിഷൻ ആണ് അല്ലേ? അപ്പോൾ ഇത് മനസ്സിലോട്ട് വരണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ 1 വർഷമാണ് എന്ത് റീകൺസ്ട്രക്ഷൻ പീരീഡ് ഇൻ മന്ത്സ്.
അല്ലേ? സോ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ടോട്ടൽ 45 lakhsന്റെ 12 മാസം എന്ന് പറയുമ്പോൾ 10% മാത്രം, അതായത് 4,50,000 ആണ് ടോട്ടൽ. അതിൽ സെൽഫിലോട്ട് 1,50,000 പോവും. ഇതിന്റെ 2/3 ആണ് എന്ത് പോവുക? 3 lakhs. ഈ എമൗണ്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സെൽഫ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, കാരണം സെൽഫ് ഡീഫോൾട്ട് ടാക്സ് റെജിമാണ്. ഇനി ഈ വർഷം പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് നമ്മൾ എങ്ങനെയാണ് ക്ലെയിം ചെയ്യുക? 5 years ആയിട്ടാണ്, അല്ലേ? 5 years ആയിട്ടാണ് ക്ലെയിം ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ എടുക്കേണ്ട ഈ 3 lakhsന്റെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ 3 lakhന്റെ ഡിവൈഡ് ബൈ 5, അതിന്റെ ഈ വർഷത്തെ ഷെയർ എത്രയായിരിക്കും? 60,000 ആയിരിക്കും. ഈ വർഷത്തെ അതിന്റെ ഷെയർ എത്രയായിരിക്കും? 60,000. 3 lakh ഡിവൈഡ് ബൈ 5, 5th year, 5 years ആയിട്ടാണ് നമ്മൾ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാം. ഇനി ഈ വർഷത്തെ ഇൻട്രസ്റ്റ് എത്രയാ? ഈ വർഷം ലോൺ ക്ലോസ് ചെയ്തൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ലോൺ എന്നാ ക്ലോസ് ചെയ്ത്? അത് ഞാൻ അതിൽ എഴുതിയിട്ടില്ല. അപ്പോൾ ലോൺ ക്ലോസ് ചെയ്ത സമയം പറഞ്ഞിട്ടുണ്ട്. ദ കൺസ്ട്രക്ഷൻ വാസ് കംപ്ലീറ്റഡ് 36. The municipality 10% and paid by her. She took 45 lakhs for the construction of this house. Scheduled bank. She repaid the entire loan along with interest 36/2023, അല്ലേ? 30/6/2023 എന്ത് ചെയ്തു? മൊത്തം എമൗണ്ടും റീപേ ചെയ്തു എന്നാ പറഞ്ഞത്, അല്ലെ? അപ്പൊ ഈ വർഷം ഏപ്രിൽ മെയ് ജൂൺ 3 മാസത്തെ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. സോ 45 lakhs ഇൻറ്റു 10% ബൈ 12 ഇൻറ്റു 3 എത്രയാണ്? 112,500. ഈ 112,500ന്റെ 2/3 നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളതാണിത് 75,000. സോ നമുക്കുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും. 60,000 പ്ലസ് 75,000, 1,35,000. സോ എത്രയാണ് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക? 1,35,000. സെൽഫ് ഓക്കുപൈഡിന് കിട്ടാത്ത എന്തുകൊണ്ടാണ്? ഡീഫോൾട്ട് ടാക്സ് റിജിം ആയതുകൊണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് കറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യണം. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എത്ര വർഷമായിട്ടാണ് നമുക്ക് കിട്ടുക? 5 years ആയിട്ടാണ് നമുക്ക് കിട്ടുക. അതാണ് 60,000 അതിന്റെ ഷെയർ ആണ്. ഈ വർഷം 3 months ഉള്ളൂ. 3 months കഴിഞ്ഞപ്പോൾ എൻ്റെ ലോൺ നമ്മൾ റീപേ ചെയ്തു. സോ 3 monthsന്റെ ഇൻട്രസ്റ്റ് മാത്രം കമ്പ്യൂട്ട് ചെയ്താൽ മതി. ആ 3 monthsന്റെ ഇൻട്രസ്റ്റ് ലെറ്റ് ഔട്ട് പോർഷൻ മാത്രമേ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. അതാണ് 75,000. സോ 1,35,000. ക്ലിയർ ആണോടാ? ക്ലിയർ ആണല്ലോ, അല്ലേ? സോ രണ്ടാമത്തത് 1,35,000. ഓപ്ഷൻ ബി 1,35,000. Then മൂന്ന് compute her total income for the assessment year 2024-25. Compute her total income for assessment year 2024-25 എന്നുള്ളതാണ്. സോ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോ കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം NAV ലെറ്റ് ഔട്ട് നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ചു. ഇത്രയാണ് 1,84,000, അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മളിവിടെ കണ്ടുപിടിച്ചതാണ് 1,84,000. അപ്പോൾ അതാണ് NAV. ഡിഡക്ഷൻസ് നമുക്ക് എടുക്കാം. എത്രയാണ്? 30% ഓഫ് NAV. സോ അത് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 1,28,800 ഉണ്ട്. ലെസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 1,35,000. സോ ഇവിടെ ലോസ് ആണ് 6,200 ആണ്. ദെൻ ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അതർ ഇൻകം ഇത്രയാണ്. സോ നിങ്ങൾ ഇത് തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡീഫോൾട്ട് ടാക്സ് റെജിം എടുത്താൽ സെറ്റ് ഓഫ് HP ലോസ് നോട്ട് എലിജിബിൾ. നമുക്ക് HP ലോസ് മറ്റു ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ പ്രൊവിഷൻ ഓർത്തോണം, അല്ലെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തെറ്റും. ആ ഓപ്ഷൻസ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. സോ വാട്ട് ഈസ് ദ ടോട്ടൽ ഇൻകം? 2 lakh തന്നെയാണ്. ഇതുകൾ തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് നോക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ. NAV നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ ഡിഡക്ഷൻ നമുക്ക് ഓർമ്മ വരണം. 30% ഡിഡക്ഷൻ ഉണ്ട് എന്നുള്ളത് ഓർമ്മ വരണം. സോ വി വിൽ ഗെറ്റ് ദി HP ബിഫോർ ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറക്കുക. അപ്പോൾ അവിടെ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെയും തെറ്റും. സോ നമുക്ക് കിട്ടും 6,200 ലോസ് ആണ് ശരിക്കും ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയിൽ ഉള്ളത്. സെൽഫ് ഓക്കുപൈഡ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? സെൽഫ് ഓക്കുപൈഡ് എന്ത് കൺസിഡർ ചെയ്യൂല? അതിന്റെ ഇൻട്രസ്റ്റ് ഡീഫോൾട്ട് ടാക്സ് റെജിമിൽ കൺസിഡർ ചെയ്യൂല. സോ ക്വസ്റ്റ്യൻ ഡീഫോൾട്ട് ടാക്സ് റെജിം എന്നുള്ള ഭാഗം നമ്മൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടാൻ സാധ്യത കൂടുതലാണ്. ദെൻ അതർ ഇൻകം 2 lakhs ഉണ്ട്. നമുക്ക് അതർ ഇൻകവും സെൽഫ് ഓക്കുപൈഡ് പ്രോപ്പർട്ടിയുടെ ലോസും തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഡീഫോൾട്ട് ടാക്സ് റെജിം എടുത്താൽ നമുക്ക് അങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് വിൽ ബി ദ ടോട്ടൽ ഇൻകം? 2 lakhs ആണ് നമ്മുടെ ടോട്ടൽ ഇൻകം എന്നുള്ളത്. സോ ഓപ്ഷൻ ബി അഗെയിൻ. ക്ലിയർ ആണോടാ? ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 3യുടെയും ആൻസർ. സിമ്പിൾ അല്ലേ? പ്രൊവിഷൻ അറിഞ്ഞാൽ സിമ്പിൾ ആണ്. സോ നെക്സ്റ്റ് വൺ കേസ് സിനാരിയോ നമ്പർ 2, അല്ലേ? കേസ് സിനാരിയോ നമ്പർ 2 കാണുമ്പോൾ കുറച്ച് പേടിയൊക്കെ ആവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. എന്താ ഇതിൽ പറഞ്ഞിട്ടുള്ളത്? ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്ന്, വാട്ട് ഷാൽ ബി ദ ടോട്ടൽ ഇൻകം, അല്ലേ? വാട്ട് ഷാൽ ബി ദ ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ ദേശായി? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഡിഡക്ഷൻ അവൈലബിൾ ടു ഹിം അണ്ടർ ചാപ്റ്റർ 6A എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്.
Then what is the requirement of deduction of tax at source by game.com in respect of such winning from Mr. Desai? game.com-ന്റെ അതായത് പുതിയൊരു പ്രൊവിഷൻ ആണ് അല്ലേ, ഇത്തവണ വന്ന അല്ലെങ്കിൽ സെപ്റ്റംബർ എക്സാമിന് ആദ്യമായിട്ട് വന്ന അമെൻമെൻ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ദെൻ അടുത്തത് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ അല്ലേ, ഇത് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് കേസ് സിനാരിയോ 2-ൽ വെച്ചിട്ട് നോക്കാനുണ്ടാവും. അപ്പോൾ കേസ് സിനാരിയോ 2 വളരെ നന്നായിട്ടൊന്ന് വായിക്കുക. ഓക്കെ, നിങ്ങൾ വായിച്ചു എന്നുള്ള അസംഷനിലായിരിക്കും നമ്മൾ ഈ വീഡിയോ പോകുന്നത്. ഓക്കെ, സോ കേസ് സിനാരിയോ 2, മിസ്റ്റർ ദേശായ് ഏജ്ഡ് 52 ഇയേഴ്സ് ആണ്, ഇന്ത്യൻ റെസിഡൻ്റ് ആണ്. അപ്പോൾ റെസിഡൻറ്റ് ആൻഡ് ഓൾഡ് റെസിഡൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. ഫോളോ ഇൻഫർമേഷൻ ഉണ്ട്. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ക്യാരിഡ് ഔട്ട് ഇൻ ദുബായ്, കൺട്രോൾഡ് ഫ്രം ദുബായ്, റിസീവ്ഡ് എ ബാങ്ക് അക്കൗണ്ട് ഇൻ ദുബായ്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ റെസിഡൻറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓൾഡ് റെസിഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് റെസിഡൻറ്റ് ആൻഡ് ഓൾഡ് റെസിഡൻ്റ് ആണെന്ന് വിചാരിക്കും. അങ്ങനെ ആകുമ്പോൾ ഇത് എടുക്കേണ്ടി വരും, ഇത് കൺസിഡർ ചെയ്യേണ്ടി വരും, ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യേണ്ടി വരും. ലോസ് ഫ്രം ബിസിനസ് ഇൻ ഡൽഹി, നമുക്ക് ലോസ് സെറ്റ് ഓഫ് ചെയ്യാം. ദെൻ ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ 2023-24 he also played some ഓൺലൈൻ ഗെയിംസ് പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഇന്ത്യൻ വെബ്സൈറ്റിനെ പറഞ്ഞിട്ടുണ്ട്, അതിൽ മെന്നിൻ്റെ ടീഷർട്ടാണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. 6 സച്ച് ഷർട്ട് എടുത്തിട്ടുണ്ട്. കോസ്റ്റ് ടു മാനുഫാക്ചർ സച്ച് ഷർട്ട് ബൈ game.com ഈസ് 3000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഫെയർ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട് 10,000 ആണ്. 6 ടീഷർട്ട് 10,000 ആണ് ഫെയർ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്. എക്സ്ക്ലൂഡിങ് GST 18% എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ ടു പ്ലേ സച്ച് ഗെയിംസ് വിച്ച് ദേശ ഹാഡ് ടു ഡെപ്പോസിറ്റ് സം ഓഫ് 50,000. അപ്പോൾ ഇത് നമുക്കൊരു നല്ലൊരു പോയിന്റ് ആയിട്ട് തന്നെ എടുക്കാം അല്ലേ. അങ്ങനെ മുന്നേ ഒന്നും നമ്മൾ ചെയ്യാത്തൊരു പോയിന്റ് ആയിട്ട് തന്നെ എടുക്കാം, അത്യാവശ്യം പുതിയൊരു ഏരിയ ആയിട്ട് തന്നെ എടുക്കാം. നിങ്ങൾക്ക് ഈ എക്സാമിനും അത് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. Jan 25 എക്സാമിനും ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ on 23rd May he gifted listed equity shares. ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് സൺസ് ഡോട്ടർ ആണ് അല്ലേ, സൺസ് ഡോട്ടറിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ദി ഷെയർസ് വർ പർച്ചേസ്ഡ് തന്നിട്ടുണ്ട്. പിന്നെ അത് എന്ത് ചെയ്തിട്ടുണ്ട്, ശരണ്യ പിന്നെ അത് സോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ്, 4th പോയിന്റ് ഉണ്ട്. ദെൻ ഒരു കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ആ പോയിന്റ് നമ്പർ 4. നമ്മൾ കറക്റ്റായിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ എല്ലാ സാധ്യതയുള്ള ഒരു പോയിന്റാണ് പോയിന്റ് നമ്പർ 4. Then point number 5, he had taken a loan 25 lakh for the electric vehicle. അപ്പോൾ ഒരു ലോണിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. Then he opted to be governed by default tax provision എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്ത കാര്യം, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡീഫോൾട്ട് ടാക്സ് ആണ്, ഡീഫോൾട്ട് പ്രൊവിഷൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റത്തെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ പോയിന്റ് നമ്പർ 5 സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാവുന്നതാണ്. കാരണം ഡിഡക്ഷൻ കിട്ടൂല, ഡിഡക്ഷൻ അതിന് കിട്ടൂല. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ടോട്ടൽ ഇൻകം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതിൽ ഓരോ പോയിന്റും നോക്കാം. ഫസ്റ്റത്തെ കേസിൽ പോയിന്റ് നമ്പർ 1 എന്ത് ചെയ്യേണ്ടി വരും, ഈ 13,10,000 നമ്മുടെ ഇൻകത്തിൽ കാണിക്കേണ്ടി വരും ഇല്ലേ. 13,10,000 നമ്മൾ ഇൻകത്തിൽ കാണിക്കേണ്ടി വരും. ഈ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനും പറ്റും. മൂന്നാമത്തെ കേസിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ് അല്ലേ, മൂന്നാമത്തെ കേസിൽ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ഗിഫ്റ്റും കാര്യങ്ങളും കിട്ടുമ്പോൾ നമ്മൾ അവിടെ എന്തുമായിട്ട് കൺസിഡർ ചെയ്യണം, അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ 6 ടീഷർട്ട് ഇൻറ്റു 10,000 ഇറസ്പെക്റ്റീവ് ഓഫ് ദി എക്സ്പെൻസസ് നമ്മുടെ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ പ്രൊവിഷൻ അല്ലേ. നിങ്ങൾ ഒന്നും കൂടെ 115 BB ഒന്ന് വായിക്കണം, 115 BB ഒന്ന് വായിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഏജ് റെസിഡൻ്റ് ആണ്, 52 ആണ് ഏജ്. ഗ്ലോബൽ ഇൻകം ടാക്സബിൾ ആയിരിക്കും. ദുബായ് പ്രോഫിറ്റ് ഫ്രം ദ ബിസിനസ് ടാക്സബിൾ ആണ്, ഇന്ത്യയിൽ ടാക്സബിൾ ആണ്. കൺസിഡർ ഹിസ് എ ഗ്ലോബൽ ഇൻകം ഈസ് ടാക്സബിൾ, ഹീസ് എ റെസിഡൻറ്റ്. ദെൻ ബിസിനസ് ലോസ് ഇൻ ഡൽഹി നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും അല്ലേ. ബിസിനസ് ഈ 2 ഇൻകത്തുമായിട്ട് നമുക്ക് ഈ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ദെൻ ടീഷർട്ട് വോൺ ഇൻ ഓൺലൈൻ ഗെയിം ആസ് പെർ സെക്ഷൻ 115 BB, അതിൻ്റെ 6 ഇൻറ്റു 10,000 60,000 ടാക്സബിൾ ആണ്. IFOs അല്ലേ, 60,000 ടാക്സബിൾ ആണ്. ദെൻ 4th പോയിന്റ് നോക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 4th പോയിന്റ് ഒന്ന് നോക്കും. എന്താ 4th പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, ഈ ഗിഫ്റ്റഡ് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ഇൻ ഇന്ത്യൻ കമ്പനി ടു സൺസ് ഡോട്ടർ എന്ന് പറഞ്ഞാൽ, സൺസ് വൈഫാണ് ഈ ക്ലബിങ് വന്നേനെ. സൺസ് വൈഫ് ആണെങ്കിൽ പിന്നെ അത് സബ്സീക്വൻ്റ്ലി വിൽക്കുമ്പോൾ ക്ലബിങ് വന്നേനെ. സണ്ണിന് കൊടുത്തത് ക്ലബിങ് വരുമോ, ഇല്ല അല്ലേ. സണ്ണിന് കൊടുത്തത് ക്ലബിങ് വരുമോടെ, ഇല്ല. സണ്ണിൻ്റെ ഡോക്ടർ കൊടുത്തതും ക്ലബിങ് വരൂല. ഇനിയുള്ള പ്രശ്നം എന്താ, ഇത് ട്രാൻസ്ഫർ ആവുമോ എന്നുള്ളതാണ് അല്ലേ. ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് പ്രശ്നം എന്താ, ഒരു ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫർ നടക്കുമ്പോഴാണ്. പക്ഷേ ട്രാൻസാക്ഷൻ നോട്ട് റിഗാർഡഡ് ആസ് ട്രാൻസ്ഫർ എന്നുള്ള പ്രൊവിഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വല്ലാതെ ക്വസ്റ്റ്യൻ വരാത്തൊരു ഏരിയ ആണ് കേട്ടോ. ഇത് വല്ലാതെ കുറച്ച് കാലങ്ങളായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാത്തൊരു ഏരിയ ആണ്. പക്ഷേ ട്രാൻസാക്ഷൻ നോട്ട് റിഗാർഡഡ് ആസ് ട്രാൻസ്ഫർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗിഫ്റ്റ്, വില്ല്, ഇൻഹെറിറ്റൻസ് ഇതൊന്നും ട്രാൻസ്ഫറിൻ്റെ പരിധിയിൽ വരൂല. ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുവോടെ, ഇല്ല. ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ
ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരൂല. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 4 പോയിന്റ് നമ്പർ 4 കൺഫ്യൂസ് ചെയ്യുന്നതാണ്. ട്രാൻസാക്ഷൻ നോട്ട് റിഗാർഡഡ് ആസ് ട്രാൻസ്ഫർ, ഗിഫ്റ്റ് ആയതുകൊണ്ട്. സോ അവിടെ ഒരു ഈഗോ ഇല്ല, അവിടെ നമുക്ക് കമ്പ്യൂട്ടേഷൻ ഒന്നും ഇല്ല, അവിടെ നില്ലാണ് എടുക്കേണ്ടത്, നില്ലാണ് അവിടെ എടുക്കേണ്ട. ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ 5th പോയിന്റ് നമ്മളിവിടെ എടുക്കേണ്ട ആവശ്യമുണ്ടോടെ? ഇല്ല, കാരണം ഈ ഓപ്റ്റ് ഫോർ ഡിഫോൾട്ട് ടാക്സ് പ്രൊവിഷനാണ്. ഡിഫോൾട്ട് ടാക്സ് പ്രൊവിഷൻ ആകുമ്പോൾ നമ്മൾ ഡിഡക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 4th 5th ഒന്നും എടുക്കണ്ട അല്ലേ? പ്രൊവിഷൻ അറിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ മാർക്സ് എടുക്കായിരുന്നു. സോ വാട്ട് വിൽ ബി ദ ടോട്ടൽ ഇൻകം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എത്രയാണ്? 13,10,000 ദുബായിലെ പ്രോഫിറ്റ്. അതിൽ നിന്നും നമുക്ക് ഡൽഹിയിലെ ലോസ് കുറക്കാൻ പറ്റും, 8,60,000. ദെൻ അതിൻ്റെ കൂടെ നമ്മൾ 60,000 കൂട്ടണം. സോ 9,20,000 ആയിരിക്കും ടോട്ടൽ ഇൻകം. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 4. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 9,20,000 ഓപ്ഷൻ സി. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സോ പോയിന്റ് നമ്പർ 4 ശ്രദ്ധിക്കണം, കൺഫ്യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ വഴി നിങ്ങൾ പ്രൊവിഷൻ പഠിക്കുമ്പോൾ ഉള്ള ഒരു ക്ലാരിറ്റിയാണത്. ഈ ഒരു ക്വസ്റ്റ്യൻ വഴി നിങ്ങൾ ഒന്നും കൂടെ അത് പോയി വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലാരിറ്റി കിട്ടും. പിന്നെ നിങ്ങളത് മറന്നു പോവാതിരിക്കാനുള്ള ചാൻസും കൂടുതലാണ്, മറന്നു പോകില്ല. അതാണ് വീണ്ടും 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 പ്രൊവിഷൻ പഠിക്കുന്നതിനേക്കാളും മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. MCQ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താൽ നമുക്ക് ആ പ്രൊവിഷനിൽ ക്ലാരിറ്റി കിട്ടും. ക്ലിയർ? ഓക്കെ. സോ 4 കഴിഞ്ഞു, ഇനി 5. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഡിഡക്ഷൻ അവൈലബിൾ ടു ഹിം അണ്ടർ ചാപ്റ്റർ 6A എന്നുള്ളതാണ്. അപ്പോൾ ആൾറെഡി നമ്മളത് ക്വസ്റ്റ്യൻ നമ്പർ 4 ചെയ്ത കാര്യം തന്നെയാണ്. ഈ ഷാൾ ബി എലിജിബിൾ ഫോർ ഡിഡക്ഷൻ ഓഫ് 1,50,000 ഇൻ റെസ്പെക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടാക്സ് റെജിം ഒപ്റ്റഡ് ബൈ ഹിം. അതാണ് ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ആണോടെ? അല്ല. ഈ ഷാൾ നോട്ട് ബി എലിജിബിൾ ഫോർ എനി ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ 6A ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടാക്സ്. നോ. He shall be eligible for deduction 150 in respect of interest on loan only if opt out of the default tax regime. അല്ലേ? ഓൺലി ഇഫ് opt out of the default tax regime. അതാണെങ്കിലേ അവൻ എന്ത് കിട്ടുള്ളൂ? 5ന്റെ ആൻസർ സി അല്ലേ? അല്ലേ? ആണ്, സി ആണ്. അപ്പോൾ 5th അത് വെച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്തത്. എന്തുകൊണ്ടാണ് നമ്മൾ ആ ഡിഡക്ഷൻ എടുക്കാതിരുന്നത്? ഡിഫോൾട്ട് ടാക്സ് റെജിം ഓപ്റ്റ് ചെയ്തുകൊണ്ടാണ്. അവൻ എന്താണെങ്കിൽ ഷിഫ്റ്റ് ഔട്ട് ഓഫ് ഡിഫോൾട്ട് ടാക്സ് റെജിം ആയിരുന്നെങ്കിൽ അവൻ എന്തായിരുന്നു? അവന് അത് കിട്ടുമായിരുന്നു, ഡിഡക്ഷൻ കിട്ടുമായിരുന്നു. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ആ 2 മാർക്ക് വളരെ ഈസിയാണ്. ഈ 2 മാർക്ക് നമുക്ക് ഇവിടെയും കിട്ടാനും വളരെ ഹെൽപ്ഫുൾ ആവും ചെയ്യും. അത് അറിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ് അല്ലേ, പോയിന്റ് നമ്പർ 5 സുഖമായിട്ട് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഒഴിവാക്കാവുന്നതാണ്. സോ ദാറ്റ് പാർട്ട് ഈസ് ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6 നമ്മളിപ്പോൾ സോൾവ് ചെയ്യുന്നില്ല, വേറൊന്നും കൊണ്ടല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിന് തന്നെ അതിനൊരു ക്ലാരിറ്റി ഇല്ല. പിന്നെ നമ്മൾ വെറുതെ കൺഫ്യൂസ് ആക്കണ്ട. നൺ ഓഫ് ദ ഓപ്ഷൻ ഈസ് കറക്റ്റ് എന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. വന്നത് എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും 2 മാർക്ക് കിട്ടിക്കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് സോൾവ് ചെയ്യുന്നില്ല. സോ നമ്മളത് സ്കിപ്പ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 നമ്മൾ സ്കിപ്പ് ചെയ്യാണ്, വെറുതെ കൺഫ്യൂസ് ആവണ്ട. സോ ഇത്രയാണ് നമ്മുടെ കേസ് സിനാരിയോ നമ്പർ 2. കേസ് സിനാരിയോ നമ്പർ 2. സോ നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 7 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 7ഉം 8ഉം കൂടി അല്ലേ നമുക്ക് നോക്കാനുള്ളത്? ഓക്കെ, അത് നമുക്ക് ഒറ്റയടിക്ക് നോക്കി തീർത്താലോ. സോ ക്വസ്റ്റ്യൻ നമ്പർ 7 നിങ്ങൾ നന്നായിട്ടൊന്ന് വായിക്കുക. ഞാൻ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റിലോട്ട് പോവാണ്. വാട്ട് ഷാൾ ബി ഈസ് ടോട്ടൽ ഇൻകം ചാർജബിൾ ടു ടാക്സ് അല്ലേ? വാട്ട് ഷാൾ ബി ഈസ് ടോട്ടൽ ഇൻകം ചാർജബിൾ ടാക്സ്. ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാനാണ്. കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അത്ര വലിയ ക്വസ്റ്റ്യൻസ് എവിടെ ഇല്ല, MCQs ഇല്ല. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, സുന്ദരം എന്ന് പറഞ്ഞാൽ 2 റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ചെന്നൈയിലാണ്. വീണ്ടും ഹൗസ് പ്രോപ്പർട്ടിയാണ് അല്ലേ? കേസ് സിനാരിയോ 1ഉം എന്തായിരുന്നു? ഹൗസ് പ്രോപ്പർട്ടി ആയിരുന്നു. ഇപ്പോൾ ഇതും ഹൗസ് പ്രോപ്പർട്ടിയാണ് തന്നിട്ടുള്ളത്. ഹൗസ് പ്രോപ്പർട്ടി ഇത്രയും ക്വസ്റ്റ്യൻ വരുന്നത് ശരിക്കും ഒരു ഭാഗ്യമാണ്. 2 residential house property in Chennai, one of which is used by him by ഒന്ന് എന്താണ്? സെൽഫ് ഓക്കുപൈഡ് ആണ്, മറ്റത് എന്താണ്? ലെറ്റ് ഔട്ട് ആണ്. ബോത്ത് ഹൗസസ് എക്സാക്ട്ലി ഐഡന്റിക്കൽ ആണ് ആൻഡ് എക്സ്പെക്ടഡ് റെന്റ് മുനിസിപ്പൽ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്, ഓരോന്നിൻ്റെ തന്നിട്ടുണ്ട്. ലെറ്റ് ഔട്ട് ദ അതർ ഹൗസ് ഫോർ റെന്റ് തന്നിട്ടുള്ളൂ. മറ്റേ മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെന്റ് കാര്യങ്ങളുടെ എമൗണ്ടുകളൊന്നും തന്നിട്ടില്ല. റെന്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. സിമിലർ ലോണാണ് എടുത്തത്. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഓഫ് ദീസ് ഹൗസസ് 30 lakhs ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ 23-24 4 ലക്ഷമാണ് ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുള്ളത്. ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് പേ ചെയ്തിട്ടുള്ളത് ഓരോ ഹൗസിനുമാണ്. ഈച്ച് ഹൗസിനും 4 lakhs വെച്ചിട്ട് അയാൾ പേ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡസ് നോട്ട് ഹാവ് എനി അതർ ഇൻകം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല. ഈ ഡിഡ് നോട്ട് ഫയൽ ഇസ് റിട്ടേൺ ഓഫ് ഇൻകം വിത്തിൻ ദ ഡ്യൂ ഡേറ്റ് അണ്ടർ സെക്ഷൻ 113 ആണ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു പ്രൊവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയാൾ ഡ്യൂ ഡേറ്റിന് മുമ്പ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. ബിലേറ്റഡ് റിട്ടേൺ അയാൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുന്നത്. അയാൾ ഏത് റിട്ടേണാണ് ഫയൽ ചെയ്യാൻ പോകുന്നത്? ബിലേറ്റഡ് റിട്ടേൺ ആണ്. ഡ്യൂ ഡേറ്റിൽ അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല.
ഡ്യൂ ഡേറ്റിൽ നമ്മൾ ഷിഫ്റ്റ് ഔട്ടിൻ്റെ ഫോം ഫയൽ ചെയ്താൽ മാത്രമേ നമുക്ക് നോർമൽ പ്രൊവിഷനിൽ ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇയാൾക്ക് ഇവിടെ ഏതിലെ ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ? ഡീഫോൾട്ട് ടാക്സ് റെജിമിലെ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഇതാണ് ഇതിൽ കീ പോയിന്റ്. സോ ഡീഫോൾട്ട് ടാക്സ് റെജിമാണ് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ബൈ ഡീഫോൾട്ട് ഇയാൾക്ക് ആപ്ലിക്കബിൾ ആവുന്ന പ്രൊവിഷൻ. കാരണം എന്താണ്? അദ്ദേഹം ഡ്യൂ ഡേറ്റിന് മുമ്പ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. ഡ്യൂ ഡേറ്റിന് മുമ്പ് ഒരു സ്പെഷ്യൽ ഫോം ഉണ്ട്. ആ ഫോം ഫയൽ ചെയ്താൽ മാത്രമേ ഷിഫ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഡിഫോൾട്ട് ടാക്സ് റെജിമിൽ നിന്നും ഷിഫ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആ പ്രത്യേക ഫോംസ് ഫയൽ ചെയ്താൽ മാത്രമാണ്. ആ ഫോം ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് 139(1) പറയുന്ന ഡ്യൂ ഡേറ്റിന് മുമ്പ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്താൽ വിത്തിൻ ദാറ്റ് ഡ്യൂ ഡേറ്റ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ അതിന് എലിജിബിൾ ആകുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇയാൾ ഓട്ടോമാറ്റിക്കലി ഏതിലോട്ട് പോകും? ഡീഫോൾട്ട് ടാക്സ് റെജിമിലോട്ട് പോകും എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ കീ എന്ന് പറയുന്നതും. സോ ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ സുന്ദരം ഡിഡ് നോട്ട് ഫയൽ. ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കാം. ഡിഡ് നോട്ട് ഫയൽ ദ റിട്ടേൺ ഓഫ് ഇൻകം within the due date specified under section 139(1). But the spelling mistake in the income within the due date specified under section 139(1). So shifting out of default regime is not possible. അപ്പോൾ എന്തിൽ തന്നെ ഫയൽ ചെയ്യണം? ഡീഫോൾട്ട് ടാക്സ് റെജിമിൽ തന്നെ ഫയൽ ചെയ്യണം. ഹി മസ്റ്റ് ഫയൽ റിട്ടേൺ അണ്ടർ ഡീഫോൾട്ട് ടാക്സ് റെജിം. ഇതാണ് ഇതിൻ്റെ കീ പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ സെൽഫ് ഒക്കുപൈഡ് നമുക്ക് കമ്പ്യൂട്ടേഷൻ ഒന്നും കൂടെ സുഖമാണ്. കാരണം സെൽഫ് ഒക്കുപൈഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ സെൽഫ് ഒക്കുപൈഡ് എടുക്കാൻ പറ്റുമോ? ഇല്ല. നോട്ട് എലിജിബിൾ അണ്ടർ ഡീഫോൾട്ട് ടാക്സ് റെജിം. ആലോചിച്ച് നോക്കൂ, ഈ ഒരു പ്രൊവിഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്തു അല്ലേ? ഡീഫോൾട്ട് ടാക്സ്, കാരണം കഴിഞ്ഞ തവണയുള്ള അമെൻമെൻ്റ് ആയിരുന്നു ഡീഫോൾട്ട് ടാക്സ് റെജിം ബൈ ഡീഫോൾട്ട് ആവുന്നത്. നേരത്തെ അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ ഇത് മാത്രം ബേസ് ചെയ്തിട്ടാണ് ഈ എക്സാമിലെ നമ്മളിപ്പോൾ ചെയ്ത ഏകദേശം ഒരു 8ഓളം മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ? സോ ഇൻട്രസ്റ്റ് ഓൺ ലോൺ സെൽഫ് ഒക്കുപൈഡ് നോട്ട് എലിജിബിൾ അണ്ടർ ഡീഫോൾട്ട് ടാക്സ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഏരിയയെങ്കിലും എന്ത് ചെയ്യും? അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടാവും. നിങ്ങൾക്ക് അത് തെറ്റിക്കാണ്ട് വീണ്ടും റിവൈസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. മനസ്സിലായോ? ദെൻ ഓൺലി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി നീഡ് ടു ബി കൺസിഡേർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുമ്പോൾ എന്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി? ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി മാത്രം കൺസിഡർ ചെയ്താൽ മതി. ബിക്കോസ് ബൈ ഡീഫോൾട്ട് ഇയാൾക്ക് ഡീഫോൾട്ട് ടാക്സ് റെജിം മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ഇയാൾ ഡ്യൂ ഡേറ്റിൽ വിത്തിൻ ദ ഡ്യൂ ഡേറ്റ് ആസ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ സെക്ഷൻ 139(1) റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ റെന്റ് തന്നിട്ടുണ്ട് 1,15,000 ആണ്. ഇൻറ്റു 12 എത്ര വരും? 13,80,000 അല്ലേ? അതിൻ്റെ 30% ഡിഡക്ഷൻ കിട്ടുമല്ലോ. വേറെ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് പിന്നെ എടുക്കാൻ പറ്റുന്നത് ഇതിൻ്റെ 30% ഡിഡക്ഷൻ. അപ്പോൾ ബാക്കിയുണ്ട് 0.70% വരുമ്പോൾ എത്ര വരും? 9,66,000. ഇൻട്രസ്റ്റ് എത്ര പേ ചെയ്ത് പറഞ്ഞ് ഇതിൻ്റെ മാത്രമല്ലേ കിട്ടുള്ളൂ അല്ലേ? ഇതിൻ്റെ മാത്രമാണ്. പിന്നെ ഇവിടെ 2 ലക്ഷം ഒന്നും എടുക്കാൻ നിൽക്കരുത്. ഈച്ച് പ്രോപ്പർട്ടിക്ക് 4 lakhs എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. അപ്പോൾ ഇവിടെ 9,66,000 എന്ന് 4 lakhs കുറച്ചാൽ എത്ര കിട്ടും? 5,66,000. ഇതാണ് നമ്മുടെ ടോട്ടൽ ഇൻകം. 5,66,000 ആണ് ടോട്ടൽ ഇൻകം. സോ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8 എന്താ പറയുന്നത്? സോ ക്വസ്റ്റ്യൻ നമ്പർ 7C ആണ് അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 8. During the year 2023-24, Ms. Callie's age 65 years received 10 lakh. എന്താ ക്വസ്റ്റ്യൻ? ഇവിടെയും ഡീഫോൾട്ട് ടാക്സ് റെജിം. ഇവിടെയും ഡീഫോൾട്ട് ടാക്സ് റെജിമാണ്. വാട്ട് ഷാൾ ബി ദ ടോട്ടൽ ഇൻകം ആണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ഇൻകം ആണ്. ഡ്യൂറിംഗ് ദ ഇയർ 2023-24, മിസ്റ്റർ കാലിസ് 65 years ആണ്. റിസീവ്ഡ് 10,50,000 ഫാമിലി പെൻഷൻ റിസീവ് ചെയ്തിട്ടുണ്ട്. ഷീ ഹാഡ് ടു സ്പെൻഡ് 26,000 to get such income towards documentation and processing charges. ഒക്കെ പറഞ്ഞിട്ടുണ്ട്. She does not have any other income. Assuming she opt for the default tax regime, what shall be her total income chargeable to tax? ഇവിടെയും ചെറിയൊരു പോയിന്റ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ? ചെറിയൊരു അമെൻമെൻറ്റുമാണെന്ന് തോന്നുന്നു. അതായത് ഫാമിലി പെൻഷൻ നിങ്ങൾ ഏത് ഓപ്ഷൻ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈസ് അവൈലബിൾ അണ്ടർ ബോത്ത് ഓപ്ഷൻ. ഡീഫോൾട്ട് ടാക്സ് റെജിം ആണെങ്കിലും നോർമൽ പ്രൊവിഷൻ ആണെങ്കിലും ഫാമിലി പെൻഷൻ്റെ ഡിഡക്ഷൻ കിട്ടും. ഡീഫോൾട്ട് ടാക്സ് റെജിം ആണെങ്കിലും കിട്ടും. മറക്കരുത്. ഡീഫോൾട്ട് ടാക്സ് റെജിം ആണെങ്കിലും കിട്ടും, നോർമൽ പ്രൊവിഷൻ ആണെങ്കിലും കിട്ടും. ഫാമിലി പെൻഷൻ്റെ ഡിഡക്ഷൻ അവൈലബിൾ ആണ്. സോ ഇവിടെ എമൗണ്ട് റിസീവ്ഡ് എത്രയാണ്? 10,15,000. എന്താണ് ഡിഡക്ഷൻ? 1/3 ഓഫ് ദ എമൗണ്ട് റിസീവ്ഡ് ഓർ 15,000 വിച്ച് എവർ ഈസ് ലെസ്. ഇതാണല്ലോ ഡിഡക്ഷൻ. ഫാമിലി പെൻഷൻ്റെ ഡിഡക്ഷൻ അതാണല്ലോ. ഇതറിയണേ, അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കണേ. 15,000 ഓർ 1/3 എന്തായാലും ഏതായിരിക്കും ലെസ്? 15,000. സോ വാട്ട് വിൽ ബി ദ ഇൻകം?
10 lakh 50,000 minus 15,000 10 lakh 35,000 10 lakh 35,000 ഓപ്ഷൻ ഇല്ലേ 10 lakh 35,000 8 A അല്ലേ ക്ലിയർ സോ ദിസ് ഈസ് സജസ്റ്റഡ് ആൻസേഴ്സ് സെപ്റ്റംബർ 2024 സജസ്റ്റ് ആൻസേഴ്സിന്റെ ആൻസർ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നതിന്റെ കാരണം കഴിഞ്ഞ എക്സാമിന് ആദ്യമായിട്ടാണ് നമുക്ക് എക്സാമിന് ചോദിച്ച MCQ ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിലുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടും സജസ്റ്റ് ആൻസേഴ്സ് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് തരുന്നത് അപ്പോൾ അത് നമ്മൾ ഒന്ന് യൂസ് ചെയ്ത് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക ഈ ഭാഗങ്ങളെങ്കിലും നമുക്ക് ക്ലാരിറ്റി വരുത്തുക ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മളൊരു കോൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് നമുക്കത് മറന്നു പോവാതിരിക്കാൻ മറന്നു പോവില്ല അല്ലേ നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് നമ്മളത് പോകുമ്പോൾ നമ്മളത് മറന്നു പോവില്ല അല്ലാതെ പ്രൊവിഷൻസും വായിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് ക്വസ്റ്റ്യൻസ് വഴി ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ആ ക്വസ്റ്റ്യനിലോട്ട് പോയി നോക്കും അപ്പോൾ മാക്സിമം MCQs ഒക്കെ സോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ നല്ലതാണ് ഈ ഒരു സമയത്ത് MCQ DT'd ഔട്ട് ഓഫ് 15 നമുക്ക് 10+ വാങ്ങാൻ പറ്റണം അല്ലേ IDTയും 10+ വാങ്ങാൻ പറ്റണം അപ്പോൾ ഒരു 20+ നമുക്ക് 30 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 20 മതി പാസ്സാവാൻ അല്ലെങ്കിൽ 40 മതി നമുക്ക് 60 എത്താൻ അല്ലേ ഇപ്പോൾ ലാസ്റ്റ് ടൈം ഒരുപാട് കാലത്തിന് ശേഷം ടാക്സിന് ഒരുപാട് എക്സംഷൻ വന്ന ഒരു അറ്റംപ്റ്റ് ആയിരുന്നു നമ്മൾ അങ്ങനെ തന്നെ ആവുമെന്നൊന്നും ഇല്ല പക്ഷെ എന്ത് ചെയ്യാം മാക്സിമം നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ട് പോവാം സോ അഗൈൻ ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് എഴുതുക ബൈ